US സേനയുടെ പരാജയം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനുമായുള്ള ട്രംപിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഒരു പക്ഷേ നിർബന്ധിതരായേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ്. ഉപരോധങ്ങൾ, പ്രാദേശിക വിലക്കയറ്റം, എങ്ങും അമേരിക്കയുടെ സൈനിക വ്യാപനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ എല്ലാം കൂടി അവർ വലിയ പ്രതിരോധത്തിലാണിപ്പോൾ. യമന്റെ ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെ ചെങ്കടലിൽ നാവിക ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ നീക്കം അടിസ്ഥാനപരമായി ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയുള്ള സൗദി എണ്ണ കയറ്റുമതി നിർത്തലാക്കുന്ന നിലയിലേക്ക് നയിക്കും. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക US സൈനിക താവളങ്ങളും തകർക്കപ്പെട്ടു കഴിഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സൗകര്യത്തിനായി ബ്രിട്ടൻ അവരെ സൃഷ്ടിച്ചു. തുടർന്ന് അവർ അമേരിക്കൻ സൈനിക ലൈഫ് സപ്പോർട്ടിൽ സ്വയം പ്രതിഷ്ഠിച്ചു. കഴിഞ്ഞ 400 വർഷത്തിനിടയിൽ ഒന്നും മാറിയിട്ടില്ല. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒരിക്കൽ ഈ പ്രദേശങ്ങൾ നിയന്ത്രിച്ചിരുന്നു. അറബ് രാജ്യങ്ങൾ യൂറോപ്യൻ കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നതിന് പകരം സൈനിക താവളങ്ങൾ, സ്ഥാപനങ്ങൾ, നാവിക സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് അമേരിക്കയ്ക്ക് വിശാലമായ കരയും കടലും നൽകി മറ്റൊരു തരത്തിലുള്ള അടിമത്തത്തിലേക്ക് സ്വയം പ്രവേശിച്ചു. ഇതെല്ലാം അവരുടെ രാജവാഴ്ചകളെ സംരക്ഷിക്കുന്നതിനും ഷിയ ശക്തികളുടെ ഉയർച്ചയെ ചെറുക്കുന്നതിനുമായിരുന്നു. ഇപ്പോൾ ഈ രാജ്യങ്ങളിലെ പലതിന്റെയും കുടിവെള്ളത്തിനായുള്ള ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റുകളും എണ്ണ ഖനന അടിസ്ഥാന സൗകര്യങ്ങളും നന്നാക്കാൻ കഴിയാത്ത വിധം തകർന്നിരിക്കുന്നു. കൂടാതെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ആസൂത്രിതമായി തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഹോട്ടലുകളിലേക്ക് പലായനം ചെയ്യുന്നു. അവരുടെ റഡാറുകൾ, ഉപഗ്രഹ സംവിധാനങ്ങൾ, ലിസണിംഗ് പോസ്റ്റുകൾ എന്നിവയെല്ലാം നശിപ്പിക്കപ്പെട്ടു. വാസ്തവത്തിൽ US മാധ്യമങ്ങൾ പൊതുജനങ്ങളോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നില്ല. തൽഫലമായി US സൈനിക ആസ്തികൾ നശിപ്പിക്കപ്പെടുന്നില്ലെന്നും അമേരിക്ക യുദ്ധത്തിൽ വിജയിക്കുകയാണെന്നും അവകാശപ്പെടുന്ന വിധം അമേരിക്കൻ സൈനിക അജയ്യതയെയും അസാധാരണത്വത്തെയും കുറിച്ച് പൊങ്ങച്ച കഥകൾ പറയാൻ ശ്രമിക്കുകയാണ്. എല്ലാം USന്റെ നിയന്ത്രണത്തിലാണെന്ന് അവർ വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നില്ല? US നാവിക കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ നിന്ന് വളരെ അകലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതേസമയം ദൂരെ നിന്ന് ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ വിമാനങ്ങളും ഹിമാർസ് പോലുള്ള ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളും ഉപയോഗിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ഇടുങ്ങിയ ജലാശയങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്നതിന്റെ അപകട സാധ്യതകൾ US നാവികസേന മനസ്സിലാക്കുന്നു. അവിടെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെ പരസ്യമായി സ്ഥിരീകരിച്ചതും പൊതുവായി അറിയപ്പെടുന്നതുമായ നാശനഷ്ടങ്ങൾ നോക്കാം. ആക്രമിക്കപ്പെട്ട സൈറ്റുകളിൽ പലതും അമേരിക്കൻ രഹസ്യ താവളങ്ങളും സൈനിക ഇൻസ്റ്റാലേഷനുകളുമാണ്. അവയുടെ നാശനഷ്ടങ്ങൾ ഒരിക്കലും പൊതുജനങ്ങളോട് പൂർണ്ണമായി വെളിപ്പെടുത്തുകയില്ല. 8 രാജ്യങ്ങളിലായി 20 മുതൽ 28 വരെ US സൈനിക സൈറ്റുകളും ഇൻസ്റ്റാലേഷനുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സ്വതന്ത്ര ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൽ വിമാന ഹാങ്കറുകൾ, സൈനിക ബാരക്കുകൾ, വെയർഹൌസുകൾ, ഇന്ധന ഡിപ്പോകൾ തുടങ്ങിയ കുറഞ്ഞത് 217 നിർമ്മിതികളുടെ കനത്ത നാശനഷ്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്ക് തകർന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് മാത്രം $5 ബില്യൺ വരെ ചെലവ് വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയർന്ന മൂല്യമുള്ള ആസ്തികളുടെ മാറ്റി സ്ഥാപിക്കലും പ്രവർത്തനങ്ങളുടെ മൊത്തം വിശാലമായ ചെലവും കണക്കിലെടുക്കുമ്പോൾ കണക്കാക്കിയിരിക്കുന്നത് $40 ബില്യൺ മുതൽ $50 ബില്യൺ വരെയാണ്. ഇറാന്റെ പ്രിസിഷൻ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും 2.3 ബില്യൺ മുതൽ 2.8 ബില്യൺ വരെ വിലമതിക്കുന്ന സൈനിക ഹാർഡ്വെയറുകൾ നശിപ്പിക്കുകയോ ഗുരുതരമായി തകരാറിലാക്കുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. പുതുതായി സ്ഥിരീകരിച്ച നഷ്ടങ്ങൾ മാത്രം 1 ഡസൻ MQ-9 റീപ്പർ ഡ്രോണുകൾ, ഏറ്റവും കുറഞ്ഞത് ഒരു ഫൈറ്റർ ജെറ്റ് വിമാനമെങ്കിലും, 2 MC-130 ടാങ്കർ വിമാനങ്ങൾ, ഒരു E-3 സെൻട്രി വിമാനം, ഒന്നിലധികം ഹെലികോപ്റ്ററുകൾ, നിരവധി ബില്യൺ വിലമതിക്കുന്ന അനവധി വ്യോമ പ്രതിരോധ ശൃംഖലകൾ, താഡ്, പാട്രിയറ്റ്, റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെട്ടു. 16 US അംഗങ്ങൾ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏക നാവിക താവളവും US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവുമായിരുന്ന ബഹ്റൈൻ NSAയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതിന്റെ കമാൻഡ് സെന്ററും 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ,
ഒരു ഡസൻ മറ്റു സൗകര്യങ്ങൾ എന്നിവ ആവർത്തിച്ച് ആക്രമിക്കപ്പെട്ടു. ഈ താവളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രം ഏകദേശം $200 മില്യൺ ചിലവ് എന്ന് കണക്കാക്കപ്പെടുന്നു. കുവൈത്തി താവളങ്ങളായ ക്യാമ്പ് അരിഫ്ജാൻ, അലി അൽസലേം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ് തുടങ്ങിയ വിമാനത്താവളങ്ങൾ പ്രാദേശിക സൈനിക ആസ്ഥാനമായും ലോജിസ്റ്റിക് ഹബ്ബുകളായും പ്രവർത്തിക്കുന്നവയാണ്. ഇറാൻ അവിടെയുള്ള പാട്രിയറ്റ് വ്യോമ പ്രതിരോധ ഉപകരണങ്ങളെ വിജയകരമായി ആക്രമിച്ചു. റൺവേകൾ തകർത്തു. ഒരു സെൻട്രൽ റഡാർ ഫെസിലിറ്റി നശിപ്പിച്ചു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് സെൻകോമിന്റെ ഫോർവേഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ്. $1.1 ബില്യൺ AN/FPS 132 ഏർലി വാർണിംഗ് റഡാറും ഒന്നിലധികം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സൈറ്റുകളും ഉൾപ്പെടെ നിർണായക ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളിൽ നേരിട്ട് ആക്രമണം ഉണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ജോർദാനിലെ മുവഫക് സാൾട്ടി എയർബേസ് ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും ഒന്നിലധികം തവണ ആക്രമിച്ചു. ഈ സ്ഥലത്ത് നടന്ന ആക്രമണങ്ങളിൽ ഒരു താഡ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇത് സൈനികരുടെ മരണങ്ങൾക്കും കാരണമായതായി പറയുന്നു. US സൈന്യത്തിന് അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. പേർഷ്യൻ ഗൾഫിൽ ക്രൂഡ് ഓയിൽ ബ്ലോക്ക് ആയതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലോകമെമ്പാടുമുള്ള രാസവളത്തിന്റെ ക്ഷാമം ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ്. അതേസമയം 2026 ജൂലൈ 24 ചൈന പേപ്പർ ഗോൾഡ് സിസ്റ്റം നിർത്തുകയാണ്. പേപ്പർ ഗോൾഡ് എന്നത് യഥാർത്ഥ സ്വർണം കയ്യിൽ സൂക്ഷിക്കാതെ സ്വർണത്തിന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കി കടലാസിലോ ഡിജിറ്റലായോ നിക്ഷേപം നടത്തുന്ന രീതിയാണ്. ചൈനീസ് യുവാനെ യഥാർത്ഥ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കറൻസിയാക്കി മാറ്റാൻ ബീജിംഗ് തയ്യാറെടുക്കുകയാണ്. വാഷിംഗ്ടൺ ഈ സ്വർണ്ണ നിക്ഷേപ സംവിധാനം ഉപേക്ഷിച്ചതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സംഭവമാണിത്. മിക്ക അമേരിക്കക്കാർക്കും ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പക്ഷേ മൊത്തത്തിൽ അവ അമേരിക്കയുടെ തന്ത്രപ്രധാന ശക്തിക്ക് വിനാശകരമായേക്കാമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൂടെ US സേനയുടെ പരാജയം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനുമായുള്ള ട്രംപിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഒരു പക്ഷേ നിർബന്ധിതരായേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു.